നമ്മളെ വീട്ടിലെ മൾബറിയാണ് കേട്ടോ. പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് ഞങ്ങൾ. അപ്പോഴാണ് കണ്ടത് അവിടെ നല്ല ചുവന്ന് ഡാർക്ക് കളറിൽ മൾബറീസ് ഇങ്ങനെ പഴുത്ത് ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചൊക്കെ അറുത്തു ഞങ്ങൾ. എന്നിട്ട് നമ്മളിങ്ങനെ പോന്നു. അപ്പോഴാണ് നമ്മളെ വെള്ളച്ചീനമുളക് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അതും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വിചാരിച്ചു. നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഉണ്ടായി വരുന്നുള്ളൂ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ പച്ചമുളക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ മുളക് മേടിക്കാറില്ല, ഇതുമെന്ന് ഇങ്ങനെ പറിക്കലാണ്. കുറേയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫേമസ് മുളകായിട്ടുള്ള ഇടയൊരു മുളകാണ്, നിങ്ങൾക്ക് അറിയുണ്ടാവും. ഇത് വളരെ വലിപ്പം വെക്കും, പക്ഷേ എരിവുണ്ടാവില്ല, എരിവ് കുറവായിരിക്കും. പക്ഷെ അതിന് കഴമ്പുണ്ടാവും. നമുക്കത് പൊരിച്ച് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ചോർക്ക്. പിന്നെ നമ്മുടെ നിത്യകല്യാണിയാണ് കേട്ടോ. നിത്യകല്യാണി നമ്മുടെ സാധാ നിത്യകല്യാണി. ഇത് വെള്ള നമ്മുടെ കടലാസ് പൂവ്. ഇത് വെള്ള മൂവാണ്ടിന് ഉമ്മ കവറിൽ വെച്ച് പിടിപ്പിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് നമുക്കിത് വളരെ സ്പെഷ്യലാണ്. ഓരോ വർഷവും നമുക്കത് എന്ത് ചെയ്യുന്നുണ്ട്, മാങ്ങ തരുന്നുണ്ട്. പിന്നെ നമുക്കതിൻ്റെ അപ്പുറത്തന്നെ സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ കാണിക്കുകയാണ്. പിന്നെ ഇത് നല്ല ഭംഗിയുള്ള സുന്ദരിപ്പൂവ് എന്നാണ് ഞങ്ങളിതിന് പറയാറുള്ളത്, മഞ്ഞപ്പൂവ്. ഇത് നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഓറഞ്ച് കടലാസ് പൂവ്, പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന മഞ്ഞക്കോളാണ്ടി. ഇതെന്നും പൂവിടും കേട്ടോ വീട്ടിൽ. വെള്ളമൊന്നും വേണ്ട, തന്നെതാൻ എങ്ങനെ പൂവിട്ടോ. നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ ചെമ്പരത്തിപ്പൂവ്, പറങ്കിമാങ്ങ ഞങ്ങൾ എന്നും കഴിക്കലുണ്ട്, നോമ്പായതുകൊണ്ട് അല്ലെങ്കിലും കഴിക്കലുണ്ട്. ഇതിൽ വളരെ അയൺ കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് ശരീരത്തിന് നല്ലതാണ്. നമുക്ക് ബ്ലഡിൽ HB കണ്ടൻ്റൊക്കെ കൂടുതലായിട്ട് തന്നെ കിട്ടും. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വാങ്ങുന്നുണ്ട്. വഴുതനപ്പൂവാണിത്. കഴിഞ്ഞു. അസ്സലാമു അലൈക്കും. നെക്സ്റ്റ് കാണാം.